1200 BC അഗാധ രാജകൊട്ടാരം. കൊട്ടാരത്തിന് ചുറ്റുമായി പണിതുയർത്തിയ കോട്ടമതിലിന്റെ കവാടത്തിനോട് ചേർത്ത് കെട്ടിയ ഗോപുരത്തിനു മുകളിലായി നിന്നിരുന്ന കൊട്ടാരം കാവൽക്കാരൻ നീണ്ടയൊരു ഒറ്റക്കുഴലിന്റെ അറ്റത്തിൽ അയാളുടെ വലത് കണ്ണ് വെച്ചുകൊണ്ട് അതിലൂടെ കൊട്ടാരത്തിന്റെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ അതിൽ നിന്നും കണ്ണെടുത്ത് കവാടത്തിന്റെ മുൻപിൽ നിന്നിരുന്ന മറ്റൊരു കാവൽക്കാരനെ നോക്കിക്കൊണ്ട് പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കി. ശബ്ദം എന്തിന്റെയോ സൂചനയെന്ന് തോന്നിപ്പിക്കും പോലെ ശബ്ദം കേട്ട കാവൽക്കാരൻ കൊട്ടാരം കവാടത്തിന്റെ മുകളിലായി 2 തവണ വലിയ ശബ്ദത്തിൽ തട്ടി. കൊട്ടാരത്തിന്റെ കവാടം പതിയെ തുറക്കപ്പെട്ടു. ഗോപുരത്തിന്റെ മുകളിലുണ്ടായിരുന്ന കാവൽക്കാരൻ വീണ്ടും ആ ഒറ്റക്കുഴലിലൂടെ എന്തിനെയോ ലക്ഷ്യമാക്കി നോക്കി. അയാളുടെ കണ്ണിൽ അകലെ നിന്ന് കൊട്ടാരം ലക്ഷ്യമാക്കി കുതിരപ്പുറത്തായി വരുന്ന ഒരു മൂവർ സംഘത്തിന്റെ ചിത്രം വികലമായിട്ടാണെങ്കിലും പതിയെ തെളിഞ്ഞു. കുതിരയുടെ കുളമ്പടി ശബ്ദം അടുത്തെത്താറായപ്പോഴാണ് അവരുടെ വ്യക്തമായ മുഖം അയാളുടെ കണ്ണിൽ തെളിഞ്ഞത്. ആ മൂവർ സംഘത്തിലെ ഏറ്റവും മുന്നിലായി വരുന്ന പടയാളിയുടെ കൈയിലെ അഗാധ രാജ്യത്തിന്റെ കൊടി കാറ്റിൽ പാറി നടക്കുന്നുണ്ട്. ആ മൂവർ സംഘം കവാടം കടന്ന് കൊട്ടാരത്തിന് അകത്തേക്ക് പ്രവേശിച്ചതും കാവൽക്കാർ പെട്ടെന്ന് തന്നെ കവാടമടച്ചു. കൊടി പിടിച്ചുകൊണ്ട് മുന്നിൽ നിന്ന പടയാളിയെ അനുഗമിച്ചുകൊണ്ട് മറ്റ് 2 പടയാളികളും കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ചു. മുന്നിൽ നടക്കുന്ന പടയാളിയെ നോക്കി കൊട്ടാരത്തിലെ പലരും ശിരസ് കുനിച്ചുകൊണ്ട് വണങ്ങുന്നുണ്ട്. അഗാധ രാജാവ് രാസാസിംഗവർദ്ധന്റെ മുന്നിലേക്കാണ് അയാൾ പോയത്. ചന്ദ്രസേന, നമ്മുടെ ദൂത് അശ്വത് മഹാജനെ അറിയിച്ചില്ലേ? വൈരങ്ങൾ പതിച്ച തങ്കസിംഹാസനത്തിലിരുന്നുകൊണ്ട് രാസാസിംഗവർദ്ധൻ അയാളോട് ചോദിച്ചു. അറിയിച്ചു രാജൻ. യുദ്ധത്തിൽ കുറഞ്ഞ വേറെ ഒന്നിനും അവർ ഒരുക്കമല്ലെന്ന് അങ്ങേ ബോധിപ്പിക്കാൻ അശ്വത് മഹാജൻ അറിയിച്ചു. അല്ലെങ്കിൽ? ചന്ദ്രസേനൻ വാചകം മുഴുവനാക്കാതെ പകുതിയിൽ നിർത്തി. എന്താണ് ചന്ദ്രസേന ഒരു അല്ലെങ്കിൽ? രാസാസിംഗവർദ്ധൻ അല്പം ശബ്ദമുയർത്തി ചോദിച്ചു. അല്ലെങ്കിൽ അഗാധ രാജ്യവും അങ്ങും പൂർണമായും അശ്വത് മഹാജന്റെ കാൽക്കീഴിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് അയാളെ അഗാധയുടെ പുതിയ രാജാവായി വാഴിക്കുകയാണെങ്കിൽ യുദ്ധം ഒഴിവാക്കാം എന്നാണ് അറിയിച്ചത്. ചന്ദ്രസേനൻ അത്രയും പറഞ്ഞുകൊണ്ട് ശിരസ് താഴ്ത്തി. അത്രയും അഹങ്കാരമോ മഹാജനം രാജാവിന്? ചന്ദ്രസേന, യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങട്ടെ, പടയൊരുക്കം ആരംഭിക്കുവിൻ. രാജൻ, അഗാധ രാജ്യത്തിനേക്കാൾ നീണ്ട പട തന്നെ മഹാജനം രാജാവിനുണ്ട്. യുദ്ധം ചെയ്താൽ തോൽവി നിശ്ചയം. ചന്ദ്രസേനൻ യുദ്ധം ചെയ്യുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. എന്നുവെച്ച് നാം അശ്വത് മഹാജന് മുൻപിൽ അടിയറവ് പറയണോ? അഗാധരാജ്യം കത്തിച്ചാമ്പലാവും. നമ്മുടെ പടയാളികൾ അവരുടെ കുന്തമുനകളാൽ കൊല്ലപ്പെടും. സ്ത്രീകളെയും കുട്ടികളെയും അവർ അടിമകളാക്കും. നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടും. വളരെയധികം ഉച്ചത്തിലാണ് രാസസിംഗവർദ്ധൻ അത് പറഞ്ഞത്. രാജൻ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് രക്തപൗഴത്തെ പറ്റിയാണ്. റാണി ഹൈമവതി വിചാരിച്ചാൽ ഈ യുദ്ധം നമ്മൾ വിജയിക്കും. പ്രതീക്ഷ നിറഞ്ഞ സ്വരത്തിൽ ചന്ദ്രസേനൻ പറഞ്ഞു. അത് ശരിയാണ്. റാണി ഹൈമവതി ഒരു പൂജയിലാണ്. രക്തപവിഴത്തിന്റെ കാര്യം ഞാൻ റാണിയെ ധരിപ്പിക്കാം. പടയൊരുക്കം തുടങ്ങട്ടെ. അശ്വത് മഹാജന്റെ അഹങ്കാരത്തിന് തക്കമായ മറുപടി യുദ്ധകളത്തിൽ നമ്മുടെ പട നൽകണം. ഉത്തരവ് രാജൻ. ചന്ദ്രസേനൻ ശിരസ് കുനിച്ച് വണങ്ങിക്കൊണ്ട് അവിടെ നിന്നുപോയി. യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങി. അഗാധരാജ്യത്തെ നോക്കിക്കൊണ്ട് മഹാജനം രാജാവ് അശ്വത് മഹാജന്റെ സൈന്യം പുറപ്പെട്ടു. ചന്ദ്രസേനന്റെ നേതൃത്വത്തിൽ അഗാധ സൈന്യവും മഹാജന സൈന്യത്തെ നേരിടാൻ സജ്ജമായി. വലുപ്പത്തിലും ശക്തിയിലും അഗാധ രാജ്യത്തെക്കാൾ മുന്നിലാണ് മഹാജനം രാജാവ് അശ്വത് മഹാജന്റെ സൈന്യം. പക്ഷേ അവരുടെ കയ്യിൽ ഇല്ലാത്ത ഒന്ന് അഗാധ രാജ്യക്കാർക്കുണ്ട്. അത് അവരുടെ ഹൈമാവതി റാണിയും അവരുടെ വിശിഷ്ടമായ രക്തപവിഴവുമായിരുന്നു. ഭദ്രകാളി ഭക്തിയായിരുന്ന ഹൈമാവതിയുടെ നീണ്ട 101 ദിവസത്തെ കഠിനവ്രതത്തിനും പ്രാർത്ഥനയുടെയും ഒടുവിൽ ഹൈമവതിയുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടയായ ഭദ്രകാളി റാണിക്ക് മുൻപിൽ പ്രത്യക്ഷമായി സമ്മാനിച്ചതായിരുന്നു വിശിഷ്ടമായ രക്തപവിഴം. നിമിഷങ്ങൾക്ക് ശേഷം അഗാധ സൈന്യവും മഹാജനം സൈന്യവും ഏറ്റുമുട്ടി. അഗാധ സൈന്യം മഹാജനം സൈന്യത്തിന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വളരെ കഷ്ടപ്പെട്ടു. അത്രയ്ക്കും ശക്തമായിരുന്നു അവരുടെ പടനിര. അഗാധ സൈന്യത്തിന്റെ കാലാൾപ്പടയുടെ സിംഹഭാഗത്തിനെതിരെ പെട്ടെന്ന് മേൽക്കോയ്മ നേടാൻ മഹാജന സൈന്യത്തിന് കഴിഞ്ഞിരുന്നു. പരമാവധി ശക്തിയിൽ തിരിച്ചടിക്കാൻ അഗാധ സൈന്യം ശ്രമം നടത്തിയെങ്കിലും മഹാജനം സൈന്യത്തിനെ നേരിടാൻ അത് പോരായിരുന്നു. മഹാജനം സൈന്യത്തിനു മുൻപിൽ അഗാധയുടെ പടയാളികൾ നിഷ്കരണം മരിച്ചു വീഴുന്നതിനിടയിലും യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാതെ പടയാളികളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ചന്ദ്രസേനൻ ധീരമായി പട നയിച്ചു. അല്ലയോ ചന്ദ്രസേന, നമ്മുടെ പടയാളികൾ മരിച്ചു വീഴുന്നത് കാണുന്നില്ലേ
എന്നിട്ടും എന്താണ് റാണി ഹൈമവതി രക്തപ്പവിഴം പ്രയോഗിക്കാൻ അമാന്തിക്കുന്നത്? പടയാളികളിലെ ചിലർ കൂട്ടമായി ചന്ദ്രസേനനോട് ചോദിച്ചു. പെട്ടെന്ന് ശക്തമായി ഇടിവെട്ടി. കാർമേഘം ആകാശത്ത് വളരെ പെട്ടെന്ന് ഇരുണ്ടുകൂടി. സൂര്യന്റെ പ്രകാശത്തെ തടഞ്ഞു. ചോദ്യം ചോദിച്ച പടയാളികളെ നോക്കിക്കൊണ്ട് ചന്ദ്രസേനൻ പറഞ്ഞു, ദാ അങ്ങോട്ട് നോക്കുവിൻ. ചോദ്യം ചോദിച്ച പടയാളികളെ നോക്കിക്കൊണ്ട് അകലേക്ക് വാളിന്റെ അഗ്രഭാഗം നീട്ടിക്കാണിച്ചുകൊണ്ട് ചന്ദ്രസേനൻ പറഞ്ഞു. അവരുടെ കണ്ണുകളിൽ ദൂരെ നിന്ന് വെളുത്ത നിറമുള്ള ആനയുടെ മുകളിലായി യുദ്ധക്കളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീരൂപം കാണുവാൻ സാധിച്ചു. പ്രതീക്ഷ നശിച്ച അവരുടെ മുഖത്ത് പെട്ടെന്ന് സന്തോഷം നിറഞ്ഞു. റാണി ഹൈമവതി! അവർ സന്തോഷം കൊണ്ട് ആ പേര് 4 കൂടുതൽ തവണ വിളിച്ചുകൊണ്ട് അലറി. മറ്റു പടയാളികളും അവരുടെ സന്തോഷത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് റാണിയുടെ പേര് വിളിച്ച് അലറി, റാണി ഹൈമവതി! പടയാളികളുടെ ഉച്ചത്തിലുള്ള ശബ്ദം ആ യുദ്ധകളത്തിൽ നിറഞ്ഞു നിന്നു. വീണ്ടും ശക്തമായി ഇടിവെട്ടാൻ തുടങ്ങി. സൂര്യന്റെ പ്രകാശത്തെ പൂർണ്ണമായി കാർമേഘങ്ങൾ തടഞ്ഞിരുന്നു. ആ സമയം ആനപ്പുറത്തിരുന്ന ഹൈമാവതി പതിയെ അതിന്റെ പുറത്തുനിന്ന് എഴുന്നേറ്റ് വൃക്ഷാസനത്തിലെന്ന പോലെ ഒറ്റക്കല്ലിലായി നിന്നുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ചുവന്ന നിറമുള്ള ഒരു കല്ല് മുകളിലേക്കായി ഉയർത്തിപ്പിടിച്ചു. ഇടിയുടെ ശബ്ദത്തിന് ഗാംഭീര്യം കൂടിയതിനു പുറമെ ശക്തമായ മിന്നലും ആകാശത്തിൽ പ്രത്യക്ഷമായി. റാണിയുടെ കയ്യിലുണ്ടായിരുന്ന ചുവന്ന കല്ലിൽ നിന്ന് ഒരു പ്രകാശം കാർമേഘമൊരുക്കിയ ദ്വാരത്തിലൂടെ ആകാശത്തിലേക്ക് പോകുന്നത് അഗാധ സൈന്യത്തിനൊപ്പം മഹാജന സൈന്യവും നോക്കി നിന്നു. മിന്നലിന്റെ പ്രകാശം ആ കല്ലിൽ തട്ടി കല്ലിന്റെ ചുവന്ന നിറം പ്രകാശിക്കാൻ തുടങ്ങിയതും സൂര്യന്റെ പ്രകാശത്തെ മൂടിക്കെട്ടിയ കാർമേഘം പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് അത് സംഭവിച്ചത്. വലിയൊരു തീഗോളം മഹാജനം സൈന്യത്തിന്റെ മധ്യത്തിലായി വന്നു പതിച്ചു. മഹാജനം സൈന്യത്തിന് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോഴാണ് അടുത്ത തീഗോളം അവരുടെ ഇടയിൽ വീഴുന്നത്. പിന്നീട് എണ്ണിയാലൊടുങ്ങാത്ത തീഗോളങ്ങൾ മഹാജനം സൈന്യത്തെ ലക്ഷ്യമാക്കി പതിച്ചു. അവരുടെ ശക്തമായ പടനിരയെ ഛിന്നഭിന്നമാക്കി. തീഗോളത്തിന്റെ ആഘാതത്തിൽ മഹാജനം പടയാളികൾ വെന്തുമരിച്ചു. അവർ പ്രാണരക്ഷാർത്ഥം യുദ്ധമുപേക്ഷിച്ച് തിരിച്ചോടുവാൻ തുടങ്ങി. പ്രാണരക്ഷാർത്ഥം തിരിച്ചോടുന്നവരെ വകവരുത്താൻ അഗാധ സൈന്യത്തിന്റെ പടയാളികളും അമ്പുകളും മറന്നില്ല. നിമിഷങ്ങൾക്ക് ശേഷം മഹാജന സൈന്യം പൂർണ്ണമായി ചത്തൊടുങ്ങിയപ്പോൾ ആകാശത്തിൽ പൊഴിഞ്ഞുകൊണ്ടിരുന്ന തീഗോളങ്ങളും നിലച്ചു. റാണിയുടെ കയ്യിലുണ്ടായിരുന്ന കല്ലിലെ പ്രകാശം പതിയെ ഇല്ലാതായി കല്ലിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറി. റാണി ഹൈമവതി! റാണി ഹൈമവതി! ചന്ദ്രസേനൻ ഹൈമവതിക്ക് ജയ് വിളിക്കും പോലെ ആക്രോശിച്ചു. ആ ആക്രോശം പടയാളികളും ഏറ്റെടുത്തു. റാണി ഹൈമവതി അവരെ നോക്കി മന്ദഹസിച്ചു.